മതിലുകൾ ഇടിയട്ടെ, ലെറ്റ് ദ വാൾസ് ക്രംബിൾ. മതിലുകൾ ഇടിയണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ വലിയൊരു മതിൽ ദുഷ്ടശക്തി കൊണ്ട് പണിത് വെച്ചിരിക്കുക. കാരണം അതിൻ്റെ അപ്പുറത്തെ അനുഗ്രഹമാണ്. അത് പ്രാപിച്ചെടുക്കാതിരിക്കാൻ അവൻ സകല ശക്തി ഉപയോഗിക്കും. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ദുഷ്ടൻ ഇതുവരെ, അതായത് നമ്മുടെ അനുഗ്രഹമാണ് അവൻ അനുഭവിക്കുന്നതെന്ന് ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമാണ് ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകാൻ വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അപ്പുറത്തെ ആ മതിലിനപ്പുറത്തെ അനുഗ്രഹങ്ങളും വലിയ സമ്പത്തും ഉണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ ഒക്കുന്നില്ല. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, ഞാൻ ഈ മതിലുകളെ ഇടിച്ചു കളയും. ഞാൻ ഈ മതിലുകൾ, അതായത് നമുക്ക് അങ്ങോട്ട് കടക്കാനൊക്കാത്ത വണ്ണം മതിൽ കെട്ടിവെച്ചത് ഒരു കണക്ക് ദൈവം അറിഞ്ഞായിരിക്കും, ദൈവം അറിഞ്ഞിട്ടാണ്. പക്ഷെ ഒരു കണക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവായിരിക്കും, അല്ലെ മക്കൾ ദൈവത്തോട് മതിലുകൾ പണിതവൻ്റെ തല വെട്ടിമാറ്റുന്ന ദിവസം ഇന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അവൻ ഇറങ്ങി എഴുന്നള്ളി, യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറുന്നു. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ 1991 USSR എന്ന് പറയുന്ന റഷ്യൻ രാജ്യം, അന്ന് USSR എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. 1991 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ആ മതിലുകൾ ഇടിഞ്ഞു പോയി. അന്ന് ഗോർബച്ചോവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഗോർബച്ചോവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഫെഡറൽ ഗവൺമെൻറ്, അതായത് USSR എന്ന് പറഞ്ഞാൽ 15 ഫെഡറൽ സ്റ്റേറ്റ്സുകൾ ചേർന്നിട്ടുള്ളതാണ് USSR. ഈ മതിലുകൾ ഇടിക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പം അവന് ജഡത്തിൽ പറയുന്ന ഇതാണ്, ഈ മതിൽ ഞാൻ ഇടിച്ചു കളയും, ഈ മതിൽ ഞാൻ ഇടിച്ച് കളയും എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അപ്പോൾ റഷ്യ ഒരു കാലത്ത് യുണൈറ്റഡ് സോവിയറ്റ് സോവറിൻ റിപ്പബ്ലിക് എന്നാണ് USSRനെ കുറിച്ച് പറയുന്നത്. ഈ USSRൻ്റെ വലിയ മതിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റായിരുന്നു. അവരുടെ കമ്മ്യൂണിസം, അതിനെ ദൈവം ഇടിച്ച് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഇടിച്ചു പൊളിക്കാൻ കർത്താവിനെത്ര യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക് എന്നാണ് USSR പറയുന്നത്. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അറിയത്തില്ല, പക്ഷേ അന്ന് USSR എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കും വലിയ ശക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ് 15 റിപ്പബ്ലിക്, റഷ്യ, യുക്രൈൻ, ബെലാറിസ്, ബാൾട്ടിക്, ഇങ്ങനെ പല 15 റിപ്പബ്ലിക് സ്റ്റേറ്റ്സുകൾ കൂടിയിട്ടാണ് ഈ USSR ഉണ്ട്. അന്നൊരു വലിയ രാജ്യമായിട്ട് അതിനെ കണ്ടത്. പക്ഷേ അത് 1991 ഡിസംബർ 31 ഡിസംബർ 31 പറയുമ്പോൾ ലാസ്റ്റ് ഡേ. 1991 ഡിസംബർ 31 അത് ഒഫീഷ്യലി ഇടിഞ്ഞുപോയി. പിന്നെ ഈ സ്റ്റേറ്റ്സുകളെല്ലാം ഡിഫറെൻ്റായി മാറിയിട്ട് അത് അവരവരുടെ ഭരണം ഏറ്റെടുത്തു. പിന്നെ ആകെക്കൂടെ ഉള്ളത് റഷ്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മാത്രം. ഇപ്പോഴും റഷ്യ, അതിനെ USSR അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സോവിയറ്റ് റിപ്പബ്ലിക് എന്നോ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നോ ഒന്നും വിളിക്കുന്നില്ല. കാരണം അത് മതിലിടിഞ്ഞു പോയി. കമ്മ്യൂണിസത്തിൻ്റെ മതിൽ 1991 ഡിസംബർ 31 ഡേറ്റ് കുറിച്ചിടുക. ഡേറ്റ് ഡിസംബർ 31 ഇടിച്ചു കളഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാനത് ഇടിച്ച് കളഞ്ഞിരിക്കുന്നു. നമ്മൾ കാണുന്നത് ഡിസംബർ 31. അതുപോലെ തന്നെയാണ് 1989 ബെർലിൻ വാൾ, ഈസ്റ്റ് ജർമ്മനിയുടെയും വെസ്റ്റ് ജർമ്മനിയുടെയും നടുക്കുണ്ടായിരുന്ന കമ്മ്യൂണിസത്തിൻ്റെ വാള് ഇടിച്ചു കളഞ്ഞു. ആരിടിച്ചു കളഞ്ഞു? ജനങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും. ഇന്നെന്ന് പോലെ ഞാൻ ഓർക്കുന്നുണ്ട്, 1989 ആ സൈഡിൽ ജർമ്മനിയുടെ ഈസ്റ്റ് ജർമ്മനിയിലും വെസ്റ്റ് ജർമ്മനിയിലും നിന്നവർ അവിടുന്ന് ഇവിടുന്ന് ഇടിച്ച് ആ മതിൽ ഇടിച്ചു കളഞ്ഞു. അതോടുകൂടി ബെർലിൻ വാള് ഇല്ലാതായി. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അത് 1989. അപ്പം ദൈവം വേദപുസ്തകത്തിൽ ഇതേപോലെ ഒരു സ്ഥലത്ത് മതിലിടിച്ച് കളഞ്ഞിട്ടുണ്ട്. ദൈവം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഒരു സുപ്രഭാതത്തിൽ ഇടിച്ച് പല വർക്കാണ്, പുറകിൽ വർക്കാണ് എന്ന് പറഞ്ഞതുപോലെ ജോഷുവയുടെ ബുക്കിനകത്ത് 6-ാം അധ്യായത്തിൽ 12 തൊട്ട് 17 വരെയുള്ള വാക്യത്തിൽ ഒരു മതിലിടിച്ച് കളയുന്നത് നമുക്ക് കാണാം. വേദപുസ്തകത്തിൽ നടന്നത് തന്നെയാണ് ഇപ്പോഴും ഈ ഐഡിയോളജി. അതായത് ഇപ്പം നമ്മൾ ഈ ഇന്ത്യക്കാർ, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ
നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പാരമ്പര്യമായിട്ടുള്ള ചില സമ്പത്തുകളുണ്ട്. അതായത് നമുക്ക് മൂല്യങ്ങളുള്ളവരാണ്. അത് നമ്മൾ മൂല്യമായിട്ട് കരുതുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളവർക്ക് അത് മൂല്യമല്ലായിരിക്കാം, വേറൊരു ദേശക്കാർക്കല്ലായിരിക്കും. പക്ഷേ നമ്മുടെ മൂല്യം വലുതാണെന്ന് നമ്മളാണ് പിടിച്ചു നിർത്തേണ്ടത്. അതിന് ഉറപ്പ് വരണം. എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം വലുതാണെന്ന് ഞാനാണ് പറയേണ്ടത്. അത് എനിക്ക് ഉറപ്പ് വരണം, അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ചില സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതം വിശുദ്ധമാണെന്ന്, നമ്മൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി. അതുകൊണ്ടാണല്ലോ ചർച്ചിൽ നമ്മുടെ സഭകളിലൊക്കെ വിവാഹം നടത്തുമ്പം ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരമല്ല മാറുന്നത്, ഒരു അച്ഛന്മാരാണ് മോതിരം വാഴ്ത്തിയിട്ട് കൊടുക്കുന്നത്. അറിഞ്ഞിട്ടുണ്ടോ? ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. അത് മാത്രം പഠിച്ചാൽ മതി വിവാഹം ശരിയായിട്ട് നിൽക്കാൻ. അതുമാത്രം. എത്ര പ്രാവശ്യം എല്ലാ വിവാഹത്തിനും ഇത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അവരവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യും. പക്ഷെ കേൾക്കുന്ന നമ്മുടെയോ, അതായത് നമ്മൾ വിറ്റ്നസ്സായിട്ട് നമ്മൾ കാണാൻ പോകുന്നവർക്കോ ഇത് തലയിൽ കൊള്ളുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് മതിലുകൾ ഇടയ്ക്ക് പൊങ്ങി വരും. ഭാര്യ ഭർത്താക്കന്മാർ മരണം വരെയും, ഫോർ ഗുഡ് ഓർ ഫോർ വേഴ്സ്, മരണം വരെ ഒന്നേന്നൊക്കെ അവർ വാഗ്ദത്തം ചെയ്യും ആളുകളുടെ മുമ്പിൽ വെച്ച്. മറ്റ് സഭകളിൽ ദൈവത്തോട് നമ്മൾ ഉടമ്പടി കൊടുക്കും. എന്ത് പ്രയോജനം? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏകദേശം 45% ഡിവോഴ്സ് റേറ്റാണ് സ്റ്റേറ്റ്സിൽ നടക്കുന്നത്. അതുപോലെ മിക്ക രാജ്യങ്ങളിലും ഇത് കൂടുതലാണ്. ഇന്ത്യയിൽ വളരെ കുറച്ച് 10% കുറവാണ് നമ്മുടെ ദേശത്ത് ഡിവോഴ്സ്. അപ്പോൾ ഒരു കണക്കിൽ നമുക്കാണ് മൂല്യത കൂടുതൽ, മനസ്സിലാക്കണം. അത് ഞാൻ വായിക്കാൻ പോകുന്നത് ജോഷുവ 6. മതിലുകൾ ഇടിയാൻ പോവുകയാണ്. ജോഷുവ അധികാലത്ത് എഴുന്നേറ്റ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. ഇതിനു മുമ്പ് ജോഷുവയുടെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് യെറിഹോ മതിൽ എങ്ങനെ ഇടിച്ച് കളയണം എന്നുള്ളതിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം പറയുന്നത് കേട്ടാൽ തോന്നും വലിയ ഗുണമില്ലെന്ന്. പക്ഷേ ജോഷുവ അത് അനുസരിച്ച്. അതാണ് നമ്മളും ചെയ്യുന്നത്. ദൈവം എന്തു പറയുന്നു അത് വിശ്വസിക്കുക, അതിൽ പിടിച്ചു നിൽക്കുക. പെട്ടകമെടുത്ത് ആര്? പുരോഹിതന്മാർ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. അപ്പോൾ ഈ യഹൂദന്മാരുടെ സിസ്റ്റത്തിൽ കാഹളം ഊതുക അല്ലെങ്കിൽ ട്രംപറ്റ് കോൾ വളരെ പ്രധാനമാണ്. അവർ കാഹളം ഊതുന്നത് അവർ പുരോഹിതന്മാർ. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടന്നു. അപ്പം ജനം മുഴുവനും ഇവരുടെ പുറകെയുണ്ട്. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. 2-ാം ദിവസം അവർ പട്ടണത്തെ 1 പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7-ാം ദിവസമോ അവർ അധികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതുകൊണ്ട് അവളോടുകൂടെയുള്ള വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. അങ്ങനെ 7-ാം ദിവസം മതിലിടിഞ്ഞു വീണു. തനികെ ഇടിഞ്ഞു. എപ്പോഴേ? ഇവരാർത്ത് വിളിച്ച പുരോഹിതൻ. ഇതുതന്നെയാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് വോള്, അതായത് കുറേ വർഷങ്ങളായിട്ട് പണിത് വെച്ചിരുന്നത് ബെർലിൻ വോൾ ഒരു സുപ്രഭാതത്തിൽ ഇടിച്ചു കളഞ്ഞ ദൈവം പറയുന്നു, യെറിഹോ മതിലിടിച്ചത് കളഞ്ഞതുപോലെ നിൻ്റെ സന്നിധിയെ മുമ്പിൽ നിൽക്കുന്നതായ ഈ മതിൽ ഞാൻ ഇടിച്ചു കളയും. എന്നാൽ വേശ്യാസ്ത്രീയ അവിടെ നമ്മൾ നോക്കുമ്പോൾ ആളുകളിൽ അപ്പുറത്തുനിന്ന് രക്ഷിച്ച ഒരാൾ ഒരു വേശ്യസ്ത്രീയും കുടുംബത്തെ. ഇതൊക്കെ നോക്കുമ്പോൾ മനുഷ്യൻ നോക്കുന്ന കണ്ണുകൊണ്ടല്ല, ആ സ്ത്രീക്ക് ഒരു ദൈവീക വിളി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്പൈ, അതായത് 2 ചാരന്മാർ ഇസ്രായേൽ ജനത അവിടെ ചെന്നപ്പം ഈ സ്ത്രീയാണ് അവരെ ഒളിപ്പിച്ചത്. മുഖാന്തരങ്ങൾ ഏത് തരത്തിൽ ജീവിക്കുന്നവരെയും ദൈവം വിളിച്ചു മാറ്റുന്നു. ഇവിടെ 26-ാം വാക്യം പറയുന്നു, അല്ല 26-ന് മുമ്പ്, വേശ്യയുടെ വീട്ടിൽ ചെന്ന്, അതായത് 2 വേശ്യയുടെ വീട്ടിൽ അവിടെ നിന്ന് ആ സ്ത്രീയെ അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോടുകൂടെ സത്യം ചെയ്തപോലെ പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ അവളെ രക്ഷിക്കുക ചെയ്തു.
പ്രവൃത്തികൾ ചില സന്ധ്യതകൾ നമുക്ക് തോന്നുന്നു ശരിയല്ല എന്ന് തന്നെ നമുക്കും തോന്നുന്നു. പക്ഷേ ആ വേശ്യ സ്ത്രീയെ ദൈവം രക്ഷിച്ചു. അവരെ രക്ഷിച്ചു എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് മതിലുകൾ ഇടിച്ചു കളയും. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടി വേശ്യാസ്ത്രീയെ തന്നെയല്ല സംരക്ഷിച്ചത്, കൂടെയുള്ളായിരുന്ന സകല കുടുംബാംഗങ്ങളെയും ഈ സ്ത്രീയുടെ രാഹാബ് മൂലം അവരുടെ പ്രവൃത്തി കൊണ്ട് രക്ഷിച്ചു. രാഹാബ് എന്നാണ് അവരുടെ പേര്. രാഹാബിൻ്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് കുടുംബത്തെ മുഴുവൻ രക്ഷിച്ച ദൈവം ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. അവൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. മതിലുകൾ ഇടിഞ്ഞ് പോയിരിക്കുന്നു. സത്യദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. അവൻ മതിലിടിച്ചു കളയുമെന്ന് പറഞ്ഞാൽ സംശയം കൂടാതെ വിശ്വസിക്കുക. USS, അതായത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കും വെസ്റ്റേൺ ഈസ്റ്റിനുമുള്ള നടുക്ക് നിന്ന ബെർലിൻ വോളും ദൈവം ഇടിച്ചു കളഞ്ഞു. അതായത് ഐഡിയോളജിക്കൽ വോളുകളാണ് ഇതെല്ലാം. അതുപോലെ നമ്മൾ കുറേ ചിന്തകൾ കയറ്റി വെക്കും. ഞാൻ വലുതാണ്, നീ ചെറുതാണ്, എനിക്കെല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ചിലത്. അതൊക്കെ ഇടിച്ചു കളയുന്ന ദൈവം വരുമ്പോൾ എല്ലാം ഇടിച്ചു കളയും. ദൈവത്തിന് വേണ്ടി ധൈര്യമായിട്ട് നിൽക്കാൻ ആര് മുൻപ്? എത്ര ദെബോറാമാർ മുമ്പോട്ട് വരും, എത്ര റൂത്ത് മുമ്പോട്ട് വരും, എത്ര എസ്തർ വരും, എത്ര പേര് ദൈവത്തിന് വേണ്ടി നിൽക്കും, എത്ര ദാനിയേൽ, എത്ര സാമുവേൽ, എത്ര ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായിട്ട് ശിഷ്യന്മാർ, എത്ര പേര്. ദൈവം ദാവീദിനെയൊക്കെ വിളിച്ചു മാറ്റിയതുപോലെ നമ്മളെ വിളിച്ചു മാറ്റിയതാണ്. അങ്ങനെയുള്ള ഒരു പൂർവികന്മാരുടെ സമ്പത്ത് നമ്മുടെ ഭവനങ്ങളിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ തള്ളിക്കളയുന്ന ദൈവമല്ല. നീ പറഞ്ഞു ഐഡിയോളജിക്കൽ ബോളുകൾ, അതായത് ഭിത്തികളാണ്. ഞാൻ വലുത്, നീ ചെറുത് എന്നുള്ള ചിന്തകൾ, എനിക്കെല്ലാം അറിയാം, നിനക്കൊന്നും അറിയത്തില്ല, ഈ ചിന്തകളൊക്കെ ഇതെല്ലാം മതിലുകളാണ്. ഈ മതിലുകൾ പല വർഷങ്ങൾ കൊണ്ട് കെട്ടിവെച്ചതാണ്. അവരെ ആരെയും കുറ്റം വേണ്ട, തലമുറ മുമ്പ് വന്നതാണ്. അത് പിശാചിക്കൂടെ തന്നെ വന്ന ഇതെല്ലാം ദൈവസത്യത്തെ അറിയുന്നതിന് പകരമായിട്ട് മനുഷ്യനുണ്ടാക്കി വെച്ച ഈ മതിലുകൾ തനിയെ ഇടിഞ്ഞു പോകണം. ഇടിഞ്ഞേ പറ്റൂ കർത്താവേ, ഇടിഞ്ഞു പോകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ആത്മാവുള്ള ദൈവകൃപയുള്ള വിശുദ്ധന്മാർ നമുക്ക് ഉപദേശം തരാൻ കടന്നു വരണം. തലമുറകൾക്ക് ദൈവവചനത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ദൂതഗണങ്ങൾ, ദൂതന്മാർ ഇടതു വലത്ത് നിന്ന് കാര്യം നേടിയെടുക്കുന്നിടം വരെ അവർ മാറരുത്. യോശുവയുടെ കൂടെ ഒരു സൈന്യത്തിൻ്റെ നായകനായിട്ട് ഒരു പടയാളി വന്ന് ദൈവത്തിൻ്റെ ഉപദേശം ജോഷുവയ്ക്ക് പറഞ്ഞു കൊടുത്തതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് ചെയ്തെടുപ്പിക്കാൻ കഴിവുള്ള ഒരു ദൂതൻ നമ്മുടെ തലമുറകളിലേക്ക് കടന്നു വരട്ടെ. ശാപമായത് അഴിഞ്ഞു പോകട്ടെ, ശാപഗ്രസ്തമായതെല്ലാം വീട്ടിൽ നിന്ന് മാറിപ്പോട്ടെ, ദുഷ്ടൻ്റെ ഒളിഞ്ഞും പതിഞ്ഞും കളിക്കുന്നതെല്ലാം പുറത്തു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ കർത്താവേ, ചാട്ടവാറെടുത്ത് ദുഷ്ടനെ അടിച്ചു മാറ്റുന്നത് പോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് വിപരീതമായിട്ട് കഴിക്കുന്ന എല്ലാത്തിനെയും, ഭർത്താക്കന്മാരിൽ, ഭാര്യമാരിൽ, ആരൊക്കെയാണ് ഞങ്ങൾക്കറിയത്തില്ല, എല്ലാത്തിനെയും അടിച്ചു മാറ്റി ഭവനം ശുദ്ധമാക്കണമേ. നീ ഇന്ന് ഞങ്ങളുടെ മതിലുകളെ ഇടിച്ച് ദൈവത്തോട് ചേരുന്നതിന് വിപരീതമായി നിൽക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കുന്നതിന് വിപരീതമായി, അപ്പനും മക്കളുമായുള്ള ദൈവസ്നേഹത്തിന് വിപരീതമായി നിൽക്കുന്ന എല്ലാ മതിലുകളും ഇടിഞ്ഞു പോകണം. കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന മതിലുകൾ ഇടിഞ്ഞു പോയിട്ട് വിനയത്തോടുകൂടി പ്രാപിച്ചെടുക്കുവാൻ, ധൈര്യത്തോട് കയറിയെടുക്കുവാൻ ശക്തിയുള്ള മക്കളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനിട്ടിരിക്കുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് പ്രവർത്തിച്ചത് പൂർത്തിയാക്കി തരുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.